നല്ലത് ചെയ്താൽ നല്ലത് കിട്ടണേ. ഹലോ ഗായ്സ്, മീ റിസ്പോയ്. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ശരി, നിനക്ക് ജാനകിയെങ്കിലും ഉണ്ട്. ഡാഡി ഇതറിഞ്ഞോണ്ടല്ലോ തൂക്കിയല്ലോ മാതാ. അവൾക്ക് ചേരുന്ന പയ്യൻ ഞാനല്ലടാ. നിങ്ങൾക്കും പെണ്ണ് കിട്ടും കേട്ടോ. എങ്ങനെ ഇരിക്കണം? അനിലിന്റെ പ്രണയം എന്നാണ് ആ ഷോർട്ട് ഫിലിമിന്റെ പേര്. ജസ്റ്റ് ഒന്ന് ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. നല്ല കിടുക്കാച്ചി ഷോർട്ട് ഫിലിമാണ്. അപ്പം നമുക്കൊന്ന് നോക്കാം ആ ഷോർട്ട് ഫിലിം, അതിനെപ്പറ്റി ഒന്ന് റിയാക്ട് ചെയ്യാം. മൂത്രമൊഴിക്കാൻ പോലെ നിൽക്കണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. രണ്ടൊരു സ്റ്റില്ലാണ്, കുറച്ചൊന്ന് സൗണ്ട്. എടാ, ഞാൻ ജാനകിയും കൊണ്ട് വന്നതാ. ഓ, അവള് മേയുവാ അല്ലേ? മേയുവാണെന്ന്. അതെ, കുറേ നാളായി ജാനകിയുമായിട്ട് പുറത്ത് വന്നിട്ട്. ആ, നിനക്ക് ജാനകിയെങ്കിലും ഉണ്ട്. അങ്ങനെയൊക്കെ ഒരു സംസാരം. ജോലി എന്തെങ്കിലും നോക്കാത്ത എന്താ? നമുക്കൊക്കെ ആര് ജോലി തരാനാടാ? ഞാൻ ഡാഡിനോട് അമേരിക്കയിലൊരു ജോലി വാങ്ങി തരട്ടെ. ആ, നീ എവിടെയെങ്കിലും പറഞ്ഞ ജോലി മേടിച്ചതാ. പക്ഷെ ചെരുപ്പ് കൊണ്ടൊരു പയ്യന്മാരുടെ മതി. അനിലേ, സുഖമാണോ? കുറെ ആയല്ലോ. ഇവരൊക്കെ എന്താണ് ഇങ്ങനെ സ്റ്റില്ലടിച്ച് നിൽക്കണമെന്ന് അറിഞ്ഞൂടാ. ബാക്കിലൊരു ജാനകി പശു ഉണ്ട്, പിന്നെ ഒരു ടവറും കുറച്ച് പുല്ലും കാടൊക്കെ കിടപ്പുണ്ട്. പിന്നെ എല്ലാവരും ഇങ്ങനെ സ്റ്റില്ലാണ്. എന്നാൽ വീട്ടിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് പറഞ്ഞ സെറ്റപ്പാണ്. എന്താണ് അമ്മ ഞാൻ വീഡിയോ എടുക്കാൻ പോയിന്, ഷോർട്ട് ഫിലിമിനാണ് എന്നല്ലേക്ക് എല്ലാവരും ടിപ് ടോപ്പ് ഒക്കെ ആയിട്ടിരിക്കണം. മനസ്സിലായി? ഭയങ്കര ഒട്ടും മറ്റേ സിനിമയിൽ ഇതാരാണ്? ഇതെന്റെ എക്സ്പ്രഷൻ. അപ്പൊ ഇങ്ങനെ കൂട്ടുകാരനാണ്. ശരിയെന്നാ ചോദിച്ചു പോയവൻ ശരിയെന്നാ. എന്തിനാണ് വന്നത്, എന്തിനാണ് പോണത്, വന്നിട്ട് നീ എന്ത് ചെയ്യണ്, പഠിക്കാൻ പോയത്, ശരി. കൂട്ടുകാരൻ ശരിയെന്നാ, തീർന്ന്. വൈ ഡസ് ഷീ ഈവൻ എക്സിസ്റ്റ് ഇൻ ദിസ് ഷോർട്ട് ഫിലിം? ലെറ്റ്സ് സീ. ആ ഷോട്ട് എന്തിനാണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായില്ല. അമേരിക്കയിലേക്ക് പോകുന്ന കാര്യം ഞാൻ ഡാഡിനോട് പറഞ്ഞിട്ടുണ്ട്. ഡാഡി പറഞ്ഞുകൊണ്ടല്ല കേസ് വന്ന് പറഞ്ഞു ഇവിടെ. എന്തായാലും നീ ഓക്കെ അല്ലേ? പോകുമല്ലോ. ഞാൻ പോവാടാ, നീ പറഞ്ഞിട്ടുണ്ടല്ലോ. പോണ കേസ് ഡാഡിയോട് പറഞ്ഞിട്ടുണ്ട്, നീ പോകുമല്ലോ. ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ. അവൻ കഞ്ചാവല്ലാണോ എന്തോ. ഞാൻ പോവാടാ, നീ പറഞ്ഞിട്ടുണ്ടല്ലോ. എന്റെ വിയർക്കാനൊന്നും എനിക്ക് പറ്റത്തില്ല. വിയർക്കാൻ പറ്റത്തില്ല, പക്ഷെ അവൻ പുറത്ത് പോയി വർക്ക് ചെയ്യാൻ ഭയങ്കര അധ്വാനിയാണ്. പക്ഷെ വിയർക്കാവൊന്നും പറ്റത്തില്ല. നീ പറഞ്ഞിട്ടുണ്ടല്ലോ, എന്റെ വിയർക്കാനൊന്നും എനിക്ക് പറ്റത്തില്ല. പറഞ്ഞിട്ടുണ്ടെന്നൊക്കെയാണ് പറഞ്ഞത്. എന്ത് പറഞ്ഞെന്ന് എനിക്ക് അറിഞ്ഞൂടാ. വിയർക്കാനൊന്നും എനിക്ക് പറ്റത്തില്ല. നീ ഓക്കെ അല്ലേ? അവള് സ്റ്റില്ല്, അവള് പ്രേതമാണെന്ന് തോന്നുന്നു. ഗോസ്റ്റ് അടിച്ച് നിൽക്കുന്നത്. ശരി. എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. കറക്റ്റ് സെന്ററിൽ വന്നു. എന്താ ആശയ പറയൂ. ആ വിഷ്ണു, മറ്റവന്റെ എക്സ്പ്രഷൻ നോക്കണം എന്റെ ഇടയിൽ കൂടെ. എന്താ ആശയ പറയൂ. ആ വിഷ്ണു എന്റെ പുറകെ ഇഷ്ടം ഇരിക്കണതേ ഇങ്ങനെ. മറ്റവന് കുറച്ച് ഇങ്ങനെ ഇരിപ്പുണ്ടെങ്കിൽ മറ്റവൻ നടക്കുന്നു. നിനക്കിഷ്ടമാണെങ്കിൽ നീ അവനോട് പറയൂ. ഇഷ്ടമാണെന്ന് പറഞ്ഞു പറയുമ്പോ ഇങ്ങനെ അവനോട് പറയും. നീ അവനോട് പറയ്. എന്തൊക്കെയാ പറയുന്നത്? ഓ പറയൂ. എനിക്ക് നിന്നെയാണ് ഇഷ്ടം. ആശേ, നീ എന്താ പറയുന്നേ? എനിക്ക് നിന്നെ ഇഷ്ടപ്പെടാൻ പറ്റില്ല. ഞാൻ നിന്നെ അങ്ങനെ കണ്ടിട്ടില്ല. നീ എന്റെ പ്രണയം സ്വീകരിച്ചില്ലെങ്കിൽ ഞാനിപ്പോ തന്നെ വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യും. സഹോദരി അരുത്. അപ്പൊ അവന് ആക്റ്റീവായി. വിഷമെന്ന് പറഞ്ഞപ്പോ അവൻ ആക്റ്റീവായി. മനസ്സിലായി? അതുവരെ അവൻ നടക്കുന്നു. നിനക്കിഷ്ടമാണെങ്കിൽ നീ അവനോട് പറയേ. ഇങ്ങനെ ഇരുന്നവനാണ് മറ്റവൻ. മറ്റവൻ സ്റ്റക്ക്. അവൻ ഗ്ലിച്ചായി. നേരത്തെ അവള് ഗ്ലിച്ച് ചെയ്തപോലെ അവ ഇപ്പൊ ഗ്ലിച്ചായി. അതെ, എനിക്ക് മറ്റേ കഞ്ചി പയ്യന് വിഷം വേണമെന്ന് തോന്നുന്നു. അവ ആ വിഷത്തിൽ തന്നെ നോയിക്കൊണ്ടിരിക്കണം. നീ അതിൽ നോക്കി നിൽക്കുന്നതാണ്. നീ എന്തിനാ വിഷം കഴിക്കുന്നേ? നീ എന്റെ പ്രണയം സ്വീകരിച്ചില്ലെങ്കിൽ ഈ വിഷം കഴിച്ച് ഞാൻ ആത്മഹത്യ ചെയ്യും. ചിരിക്കുന്നതിനാണ്. എന്നാൽ ചെയ്യുന്നൊക്കെ കൊള്ളാം. അവൻ കൊള്ളാം. ചെയ്യണമെങ്കിൽ ചെയ്യാൻ.
എനിക്ക് നിന്നേക്കാൾ നല്ല ചെറുക്കനെ കിട്ടും. പോട്ടെ, കുഴപ്പമില്ല. ഈ പ്രാന്തനെ കിട്ടുന്നേക്കാളും നല്ലത് തന്നെ. നിനക്ക് അവളെ ഇഷ്ടമായിരുന്നില്ലേ? തൂക്കിയല്ലോ എന്ന് അത് അടുത്ത ട്വിസ്റ്റ്. അവൾക്ക് അവന് അവളെ ഇഷ്ടമായിരുന്നു. എന്നിട്ട് അവൾ വന്ന് ഇവനെ പ്രപ്പോസ് ചെയ്തപ്പം നിന്നെ അങ്ങനെ കണ്ടിട്ടില്ല. നിരസിച്ചു വിട്ടു. കട്ട് ഖത്തം. എന്താണ് അവൻ്റെ റീസൺ എന്ന് കേട്ടോക്കാം. അവൾക്ക് ചേരുന്ന പയ്യൻ ഞാനല്ലടാ. അവൾക്ക് വേറെ നല്ല ചെറുക്കനെ കിട്ടും. അത് ഇവന് ചേരുന്ന പയ്യൻ അവളല്ലേ, പക്ഷെ അവൾക്ക് ചേരുന്ന പയ്യൻ ഇവനല്ലേ. അപ്പൊ അവൾ അത്രയും കിടിലം പെണ്ണാണെന്ന് തോന്നുന്നു. അതെ, കിടിലം പെണ്ണായതുകൊണ്ടാണല്ലോ. പ്രണയം സ്വീകരിച്ചില്ലെങ്കിൽ ഈ വിഷം കഴിച്ച് ഞാൻ ആത്മഹത്യ ചെയ്യും. ഗുഡ് ബ്രോ, ഗുഡ്. സൂം ചെയ്ത് മൂക്കിനകത്ത് കയറ്റ്. കുറച്ചുകൂടെ. എങ്ങനെ ഇരിക്കണം? അറിയിട്ടില്ല. അതേ ഡ്രസ്സ് തന്നെ. ഏത് പയ്യനെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതേ ലൊക്കേഷൻ ഒരു മാറ്റിയിട്ട് ഒരു ബഡ്ജറ്റ് ഭയങ്കര ഷോർട്ടായിരുന്നു തോന്നുന്നു. എന്തോ എന്തായാലും കൊള്ളാം. അതവള് ചിരിച്ചുകൊണ്ടൊക്കെ വരണം. മോഹൻലാലിന്റെ പഠിക്കുന്നു. നിന്റെ കല്യാണം കഴിഞ്ഞല്ലേ ആശേ? നന്നായി. അവര് ഡേറ്റിംഗ് ആയില്ല, കണ്ടില്ല, ഡേറ്റിംഗ് ആയില്ല, കല്യാണവും കഴിഞ്ഞു കേട്ടോ ഗൈസ്. മറ്റവ ഇപ്പോഴും കല്യാണം കഴിഞ്ഞല്ലേ ആശേ? നന്നായി. നല്ല ചെക്കനെയാ നിനക്ക് കിട്ടി. അങ്ങനെ നന്നായി നല്ല കാണുമ്പോ തന്നെ നല്ല ചെക്കൻ. സന്തോഷമായിട്ടിരിക്കെ. നിങ്ങൾക്കും പെണ്ണ് കിട്ടും കേട്ടോ. നിങ്ങൾക്കും പെണ്ണ് കിട്ടും. മാസ് ഡയലോഗ്. നിങ്ങൾക്കും പെണ്ണ് കിട്ടും കേട്ടോ. നിങ്ങൾക്കും പെണ്ണ് കിട്ടും. നിങ്ങൾക്കും പെണ്ണ് കിട്ടും കേട്ടോ. ഞാൻ സെറ്റാക്കി. അതേപോലെ നിങ്ങൾക്കും പെണ്ണ് കിട്ടും. മനസ്സിലായി? അതാണ് ലൈൻ. ഒറ്റ ഡയലോഗ്, വേറെ ഒന്നും വന്നില്ല. നീ കല്യാണം കഴിഞ്ഞല്ലേ, നല്ല ചെക്കനെയാ കിട്ടിയ മറ്റവൻ. നിങ്ങൾക്കും പെണ്ണ് കിട്ടും കേട്ടോ. ഒരുമാതിരി പരിഹാസം മനസ്സിലായ? പോയി ചത്തൂരാ. ഇതൊക്കെ നീ ഇങ്ങനെ സഹിക്കുന്നു. കഴപ്പാണ് അവന്. ഒരു പെണ്ണ് വന്ന്, ഇവന് ഇഷ്ടപ്പെടുന്ന പെണ്ണ് വന്ന് പ്രപ്പോസ് ചെയ്ത്, അപ്പം അവന് കഴപ്പ്. അതൊന്നും പറയില്ല എനിക്ക്. എനിക്കിത് സഹിക്കാൻ പറ്റില്ലടാ. ഇപ്പോഴാണോ നിനക്ക് മനസ്സിലായത്? ഞാൻ ഈ വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യും. എന്നാ നീ ഇവിടെ നിൽക്ക്, ഞാനിപ്പോൾ വരാം. നന്മയുള്ള ലോകമല്ല. എൻ ഫ്രണ്ടെ പോലെ ആരും മച്ചാണ് ഇപ്പോൾ ഇടാവുള്ളത്. അതവൻ്റെ എക്സ്പ്രഷനാണ് അടിപൊളി. അവൻ കോമഡിക്ക് ചെയ്തതാണോ അതോ സീരിയസ് ആയിട്ട് ചെയ്തതാണോ എന്നൊരു ഡൗട്ട്. എന്നാ നീ ഇവിടെ നിൽക്ക്, ഞാനിപ്പോൾ വരാം. നമ്മ പോയിട്ട് വരാം. അവൻ പോയി. അവൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ അവൻ നോ സ്ട്രിങ്സ് അറ്റാച്ച്ഡ് സെറ്റപ്പ് ആയിരിക്കും മിക്കവാറും. അതായത് ഇവൻ മരിക്കുമെന്ന് ഉറപ്പായി. അപ്പം അവനെ കൊണ്ട് പിടിച്ചു നിർത്താൻ പറ്റൂലെന്നുള്ളതുകൊണ്ടാണോ അതോ നീ വീട്ടിൽ പോയിട്ട് നീ ഇപ്പം ഇവൻ്റെ അമ്മേനെ കൊണ്ടുവരാനുള്ള പരിപാടിയാണോ എന്ന് അറിഞ്ഞൂടാ. എന്തോ അവൻ മനസ്സിൽ ലക്ഷ്യം വച്ചിട്ടുണ്ട് എന്തായാലും. പക്ഷെ അവൻ നീ ഇപ്പോൾ ഇവിടെ നിൽക്കി, ഞാൻ ഇപ്പോൾ വരാമെന്ന്. ഒരു മിനിറ്റ്. എന്നാ നീ ഇവിടെ നിൽക്ക്, ഞാനിപ്പോൾ വരാം. എന്നാ നീ ഇവിടെ നിൽക്കി, ഞാനിപ്പോൾ വരാം. അതുകൊണ്ട് എക്സ്പ്രഷൻ അവൻ കേട്ടില്ല കേട്ടോ. അവൻ കൊള്ളാം. അവൻ ഒറ്റ ഡയലോഗ്. ലാസ്റ്റൊക്കെ ആകുമ്പോൾ എല്ലാവർക്കും ഒറ്റ ഡയലോഗ് പഞ്ച് സാധനങ്ങളാണ്. ഇതെന്തൊരു ഇങ്ങനെ പിടിച്ചേക്കുന്നു? ഇങ്ങനെ ഇത് കത്തിയോ? ആ കുടി ഇത് വെള്ളമാണോ കഞ്ഞിയാണോ? ഓ ഡേ, സെക്കൻഡ്സുകളിൽ തന്നെ അകത്ത് കയറിയ സാധനം. ഓ ഇരുന്ന് ഛർദിക്കണം, പറക്കണം, കിടന്നു. എനിക്ക് തോന്നണം അവൻ കുടിച്ചത് തന്നെ ചുമന്ന സാധനമാണ്. അപ്പം പിന്നെ തുപ്പ എളുപ്പമുണ്ടല്ലോ, വേറെ ഷോർട്ട് കട്ടാക്കണ്ട, ബഡ്ജറ്റ് കുറയ്ക്കാം. മനസ്സിലായോ? ഗുഡ് ഡിസിഷൻ ഡയറക്ടർ സാർ. എൻ്റെ പ്രണയം ഇവിടെ അവസാനിക്കുന്നു. നല്ല കോണ. തിരക്കഥ, സംഭാഷണം, സംവിധാനം, ഛായാഗ്രഹണം, ചിത്ര സംയോജനം, സംഗീതം, പാട്ടൊക്കെ ഉണ്ടായിരുന്ന. നിങ്ങൾ പാട്ടുമല്ല ശ്രദ്ധിച്ച? JK ആ വിഷം കഴിച്ചവനായിരിക്കും JK. അല്ലെങ്കിൽ മറ്റേ നീ ഇപ്പോൾ എനിക്ക് ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞ് പോയവനായിരിക്കും.
എന്തായാലും ഇതാണ് ആ ഷോർട്ട് ഫിലിം. ലൈക്ക് അടിച്ചിട്ടേക്കാം. ഷോർട്ട് ഫിലിം ഒന്ന് കണ്ടു നോക്കുക. എനിക്ക് ഫീൽ ചെയ്തതാണോ നിങ്ങൾക്ക് ഫീൽ ചെയ്യണോ, അതാ എനിക്ക് വ്യത്യാസമായിട്ട് തോന്നിയതാണോ എന്തോ. നല്ല കോമഡി ആയിട്ടുള്ള ഷോർട്ട് ഫിലിം. പാർട്ട് 2 ഉണ്ടോ? പാർട്ട് 2 ഒക്കെ ഉണ്ട് കേട്ടോ. ട്രെൻഡിങ് എന്നൊക്കെ എഴുതിയിട്ട് അവർ ചാനലുണ്ട്. ചാനലിൻ്റെ പേര് വന്നിട്ട് ഷെനു എന്നാണ് ചാനലിൻ്റെ പേര്. ഷെഹിനു ജസ്റ്റ് ഒന്ന് നോക്കുക. അപ്പോൾ എന്തായാലും ഇതുപോലത്തുള്ള കണ്ടൻസ് വേണ്ടി ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കുറച്ചെങ്കിലും നിങ്ങൾക്ക് സന്തോഷിപ്പിക്കാൻ പറ്റിച്ച്, കുറച്ചെങ്കിലും ഞാൻ കാരണം നിങ്ങൾ ചിരിച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കൺസിഡർ ലൈക്കിങ്, ഷെയറിങ് ആൻഡ് സബ്സ്ക്രൈബിങ് ടു ദിസ് ചാനൽ. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നത് വരെ, ദിസ് ഇസ് മീ വേർ സ്പൈസ് സൈനിങ് ഔട്ട്.